എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേണി വന്നിന്നിൽ എന്നു മതി വസിക്കാം വന്ന ഉന്നതനാം തങ്ക പ്രാവേണി വന്നിന്നിൽ എന്നു മതി വസിക്കാം. സുഭാഷിതം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുന്നത്, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. Whoever claims to live in him must live as Jesus did. ഈ ചെറിയ വാക്യത്തിലൂടെ യോഹന്നാൻ ഒരു വലിയ സന്ദേശം ലോകത്തോട് വിളിച്ചു പറയുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക സഭയ്ക്ക് എഴുതിയതല്ല ഈ ലേഖനം, പിന്നെയോ പൊതുസഭയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്നു. അതായത് എല്ലായിടത്തുമുള്ള വിശ്വാസികളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ യേശുവിൽ വസിക്കണമെന്ന്. ക്രിസ്തുവിൽ വസിക്കുവാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലും അത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. 15:4 എഴുതിയിരിക്കുന്നത്, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അതിന്റെ കാരണവും അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. ക്രിസ്തുവിൽ വസിക്കുവാൻ പരാജയപ്പെടുന്ന ഒരു ക്രിസ്ത്യാനിക്ക് ഫലശൂന്യവും നിഷ്ഫലവുമായ ജീവിതം നയിക്കുന്ന ഒരു ലൗകിക വിശ്വാസിയായി മാറുന്നു. നാം യേശുവിൽ വസിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മിൽ വസിക്കുന്നു. 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു എന്നാണ് നാം വായിച്ചത്. അതിന്റെ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്ക് അറിയാം. കർത്താവിൽ വസിക്കുന്നവനിൽ ദൈവസ്നേഹം തികഞ്ഞിരിക്കുന്നു. ഒരുവനിൽ ദൈവസ്നേഹം തികഞ്ഞിരിക്കുന്നുവോ എന്ന് എങ്ങനെ അറിയാൻ കഴിയും? ഈ ലേഖനത്തിന്റെ 4-ാം അധ്യായം 20-ാം വാക്യം വായിക്കുന്നത്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പഴിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. സത്യം അവനിലില്ല. ഞാൻ കർത്താവിൽ വസിക്കുന്നു എന്ന് പലപ്പോഴും ക്ലെയിം ചെയ്യാറുണ്ട്. എന്നാൽ അവിടുന്ന് നടന്നതുപോലെയാണോ നാം നടക്കുന്നത് എന്ന് ചിന്തിക്കണം. ബൈബിൾ പ്രകാരം നടത്തം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത ശൈലിയാണ് സൂചിപ്പിക്കുന്നത്. യേശുവിന്റെ സ്വഭാവത്തിനനുസരണമായി ജീവിതം നയിക്കുക എന്നർത്ഥം. കർത്താവിൽ വസിക്കുന്ന നാം അവിടുത്തെ ജീവിത ശൈലിയിലുണ്ടായ എല്ലാ ഫലങ്ങളും പുറപ്പെടുവിക്കുമ്പോഴാണ് അവിടുന്ന് നടന്നതുപോലെ നടക്കുന്നത്. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. എഫെസ്യർ 5:9 വായിക്കുന്നത്, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. നാം കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മിൽ വസിക്കുന്നു. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെയെന്ന് 25-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. കർത്താവിൽ വസിച്ച് അവിടുന്ന് നടന്നതുപോലെ നടക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. 27-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. കർത്താവിൽ വസിച്ച് ഫലം കായ്ക്കുവാൻ നമുക്കും പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ,
ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൽ വസിക്കുവാനും അവിടുന്ന് ഞങ്ങൾക്ക് മാതൃകയായി കാണിച്ചു തന്ന ജീവിതശൈലിയിൽ ജീവിപ്പാനും കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.